ഹലോ. ഇടയ്ക്കൊക്കെ ഈ കുരുമുളകിട്ട് വരട്ടിയ ചിക്കനും കോവക്ക ഡീപ്പ് റോസ്റ്റ് ചെയ്തതെന്ന് പറയും, അതും കൂടി ചോറുണ്ണാൻ നല്ല കോമ്പിനേഷനാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഓക്കെ. ഇതിൻ്റെ കൂടെ നല്ല ചെറുനാരങ്ങ അച്ചാർ കൂടി ഇങ്ങനെ തൊട്ട് കൂട്ടിയാൽ എന്തോ ഒരു കോമ്പിനേഷനാണെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ചാറ് കൂടി എടുക്കട്ടെ. അയ്യോ, എന്തോ കോമ്പിനേഷനായത്. കഴിച്ചു നോക്കണം കേട്ടോ. ഇത് സോനാ മസൂരി റൈസാണ്. അടിപൊളിയല്ലേ, നല്ല ടേസ്റ്റാണ്. ഇതാണ് മക്കളെ കോമ്പിനേഷൻ. അടിപൊളി, സൂപ്പർ. പിന്നെ ഈ പച്ചക്കായ് മോര് കറി കുറച്ച് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി ഇവിടെ ഇട്ട് കൊടുക്കാം. നല്ലല്ലേ, നല്ല ടേസ്റ്റ്. ഇനി ഒന്നും കൂടി ഉണ്ട്. നല്ല തേങ്ങ ചമ്മന്തി കൂടി കുറച്ചിട്ട് കൊടുക്കാം. ഇപ്പോഴെന്തൊക്കെയായി? തേങ്ങ ചമ്മന്തിയായി, പച്ചക്കായ് മോര് കറിയായി, ചിക്കൻ കുരുമുളകിട്ട് വരട്ടിയതായി, കോവക്ക ഡീപ്പ് റോസ്റ്റ് ചെയ്തതായി, ചെറുനാരങ്ങ അച്ചാറായി. സൂപ്പർ കോമ്പിനേഷനല്ലേ. ചോറ് ഇത്രയും കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ചോറ് നമ്മൾ മാക്സിമം കുറച്ച് കഴിക്കുക, കറികൾ ഒരുപാട് കൂട്ടുക. ഇപ്പം തുടങ്ങിയ ശീലമാണ്, എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ വീഡിയോ ഇട്ടതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മൾ പുറത്ത് താമസിക്കുന്നവർക്ക് ഒരു വർഷത്തിൽ ഒരു തവണ 2 തവണയൊക്കെ നാട്ടിൽ വരുന്നവർക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചൊരു മടുപ്പ് വരില്ലേ. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന കറികൾ ഉണ്ടാക്കി കഴിക്കുന്നതിന് പകരം ഇതുപോലൊരു മാറ്റം വരുത്തിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിലേ അത് കഴിക്കുമ്പോൾ നമുക്ക് വേറെ ആരോ ഉണ്ടാക്കി തന്നൊരു ടേസ്റ്റ് തോന്നും. ചിക്കനൊക്കെ ഇതുപോലെ ഉണ്ടാക്കും. എപ്പോഴും നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി. ഇഷ്ടപ്പെട്ട പച്ചക്കറി എനിക്ക് എൻ്റെ ഫേവറേറ്റ് കോവക്കയാണ്. അപ്പോൾ ഞാനത് തേങ്ങയൊന്നും ഇടാണ്ട് എണ്ണയിലും ആവിയിലും തന്നെ വേവിച്ചെടുത്തു. അല്ലെങ്കിൽ ഞാൻ സാധാരണ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വേറെ ടേസ്റ്റ്. പിന്നെ ഈ ചെറുനാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് ഈസി ആയിട്ട് 2 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ എല്ലാം ചമ്മന്തി ആണെങ്കിലും പുളിയും മുളക് ഉപ്പൊക്കെ ഇട്ട് പെട്ടെന്ന് അടിച്ചെടുക്കുന്ന ചമ്മന്തിയാണ്. മോര് കറി പിന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ്, അതും പെട്ടെന്ന് തേങ്ങ നരച്ചുണ്ടാക്കുന്ന മോര് കറിയല്ല. അപ്പോൾ എല്ലാത്തിനും ഒരു എന്താ പറയുക, ഒരു ഒടുക്കത്തെ ടേസ്റ്റ് എന്നാൽ ഞാൻ എപ്പോഴും പറയും. ഏറ്റവും നല്ല ടേസ്റ്റ് വന്നാൽ ഞാനതിന് ഒടുക്കത്തെ ടേസ്റ്റാണ്. അങ്ങനെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മുളക് കൊണ്ടാട്ടോ ഒരു പപ്പടവും കൂടി ഉണ്ടായാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അതിന് വേണമെന്നൊന്നുമില്ല, എന്നാലും അതും കൂടി ഉണ്ടായാൽ ഇതിലും ടേസ്റ്റായി. ഓക്കെ, താങ്ക് യു.